നമസ്കാരം. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെല്ലിംഗ് പ്രഷർ അഭിമുഖീകരിക്കുകയും ഇൻഡെക്സ് 1.48% ഇടിഞ്ഞ് 25,454 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും ഇന്നത്തെ ദിവസം 1%-ലേറെ ഇടിഞ്ഞു. എല്ലാ സെക്ടറുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഓട്ടോ, മീഡിയ, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകൾ 2%-ലേറെ ഇടിഞ്ഞപ്പോൾ FMCG, IT, മെറ്റൽ, ഫിനാൻഷ്യൽ സർവീസ്, കൺസ്യൂമർ ഡ്യൂറബിൾ തുടങ്ങിയ സെക്ടറുകൾ 1 മുതൽ 2% ഇടിഞ്ഞു. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ഇൻഡിഗോ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, അൾട്രാടെക് സിമന്റ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ ഇന്ന് ഷാർപ്പ് സെല്ലിംഗ് പ്രകടമാവുകയും ചെയ്തു. ആദ്യം തന്നെ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ചില പ്രധാന കാരണങ്ങൾ മനസ്സിലാക്കാം. ഏറ്റവും പ്രധാന കാരണം ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവാണ്. ഇയർ ടിൽ ഡേറ്റിലെ ഹൈ ലെവലിലേക്ക് ക്രൂഡിൻ്റെ വില ഉയരുകയും $71 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ക്രൂഡിൻ്റെ വില ഉയരുന്നത് ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. അതാണെന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം ഇന്ത്യ വിക്സിലുണ്ടായിരിക്കുന്ന വോളറ്റിലിറ്റിയാണ്. ഇന്ത്യ വിക്സ് പെട്ടെന്ന് ഉയർന്നത് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു സെൽ ഓഫിന് കാരണമാവുകയും മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഉയരുകയും ചെയ്തു. ഇന്ത്യ വിക്സ് ഉയരാനും ക്രൂഡിൻ്റെ വില വർദ്ധിച്ചതിനും പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആഴ്ച അവസാനത്തോടുകൂടി, അതായത് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ യു എസ് ഇറാനിൽ അറ്റാക്ക് നടത്തിയേക്കും എന്ന രീതിയിൽ വരുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളാണ്. US ഇറാനിൽ അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അത് ഓയിൽ എക്സ്പോർട്ട് റൂട്ടിനെ ഡിസ്ട്രപ്റ്റ് ചെയ്തേക്കും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ക്രൂഡിൻ്റെ വില അല്ലെങ്കിൽ ഓയിലിൻ്റെ വില ഉയരുന്നത്. ഓയിലിൻ്റെ വില ഉയരുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യും. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റ് തുടർച്ചയായി ഇടിയുന്നത്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ റേറ്റ് കട്ട് വരാനുള്ള സാധ്യത മങ്ങിയതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായി സെല്ലിംഗ് നടത്തുന്നതും മറ്റൊരു പ്രധാന കാരണം തന്നെയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിങ്ങിനോടൊപ്പം തന്നെ ഇറാൻ US വാറിനെ കുറിച്ചുള്ള ആശങ്കകളും ഇറാൻ US വാർ ഏറെക്കുറെ ഉറപ്പായി എന്ന രീതിയിൽ വരുന്ന അപ്ഡേറ്റുകളും അമേരിക്ക ഇറാൻ അടുത്ത് നടത്തുന്ന പ്രധാനപ്പെട്ട മാസീവ് മിലിറ്ററി ആക്ഷനുകളുമൊക്കെ മാർക്കറ്റിനെ വോളറ്റൈലാക്കുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ വരും ദിവസങ്ങളിലും സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ലോവർ ലോ ലോവർ ഹൈ എന്ന രീതിയിലുള്ള ഒരു ബിയറിഷ് പാറ്റേൺ ഫോം ചെയ്യുകയും കഴിഞ്ഞ 4 ദിവസമായി മാർക്കറ്റ് നേടിയ മൊമെൻറ്റമെല്ലാം മാർക്കറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റ് കൂടുതൽ വീക്കാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഇവിടെ 100-day 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 200-day സിമ്പിൾ മൂവിംഗ് ആവറേജ് റേഞ്ച് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കും. അതായത് 25,350-400 എന്ന സോൺ. ഈ സോൺ നഷ്ടമായാൽ മാർക്കറ്റ് 25,250, 25,000 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാനുള്ള സാധ്യത കൂടുകയാണ്. ഇനി ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് വാരി എനർജി ലിമിറ്റഡ്. വാരി എനർജി ഇന്ന് 3%-ഓളം ഇടിഞ്ഞ് 2,871 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. വാരി എനർജിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ്, വാരി എനർജി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിഥിയം അയോൺ ബാറ്ററി ജിഗ ഫാക്ടറി കമ്പനി ആന്ധ്രാപ്രദേശിൽ സ്ഥാപിക്കാൻ പോകുന്നു എന്നതാണ്. ഇതിനുവേണ്ടി ആന്ധ്രാപ്രദേശിൽ 8,175 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തിയേക്കും. ആന്ധ്രാപ്രദേശിൽ നിർമ്മിക്കുന്ന ഈ ഫാക്ടറി വഴി ഏകദേശം 3,000-ലധികം ജോബ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 16 GWh ശേഷിയുള്ള ഈ ഗ്രീൻ ഫീൽഡ് ഫെസിലിറ്റി കംപ്ലീറ്റ് ബാറ്ററി വാല്യൂ ചെയിനിനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളതായിരിക്കും. ഇവിടെ സെൽ മാനുഫാക്ചറിംഗ്, ബാറ്ററി പാക്ക് മാനുഫാക്ചറിംഗ്, ലാർജ് സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്രൊഡക്ഷൻ എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയേക്കും. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ വാരി എനർജി എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വാരി എനർജി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാറ്ററി മാനുഫാക്ചറിംഗ് പ്ലാന്റാണ് ആന്ധ്രാപ്രദേശിൽ സ്ഥാപിക്കുന്നത്. സ്റ്റോക്ക് ഇന്ന് 3%-ഓളം ഇടിഞ്ഞ് 2,870 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു.